السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم تسليما بقدر الله ذاته في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. صدق الله المولانا العظيم. التائب من الذنب كمن لا ذنب له صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മോമിനുകളെ, മോമിനാത്തുകളെ, മനുഷ്യന്മാരെല്ലാവരും ഖൈറും ഷറും രണ്ടും ആക്കൂടെ അർഹതയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടാർ. എല്ലാവരും അതിലും പ്രത്യേകമായി മോമിനായ മനുഷ്യന്മാർ ഖൈറും ഷറും രണ്ടും ആക്കൂടോ അർഹതയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടാർ. അതുകൊണ്ട് ഞങ്ങൾ സാധാരണ മനുഷ്യന്മാരായ ഞങ്ങളുടെ എന്താവും ദോഷമായി പോണ്ടു. ദോഷങ്ങളിങ്ങനെ പെരുക്കുമ്പോഴത്തൂ കൽബിലും കപ്പ് ചുക്കിങ്ങാൻ പോകുന്നുണ്ടിക്കട് കൽബിൽ എന്താവു ചുക്കിങ്ങാൻ പോകുന്നുണ്ടിക്കുമ്പോഴത്തൂ കറുത്ത് പോണ്ടത്. അപ്പോൾ കറുത്ത് പോയ ചുക്കിയുള്ള ഇത് കൽബും എത്ര നസിയെങ്കിലും പിടിക്കില്ല. എത്ര നസിയെങ്കിലും ഇപ്പുറത്തെ കാതിൽ കേൾക്കടോ അപ്പുറത്തെ കാതിൽ പൊട്ടു. അതുകൊണ്ട് അതുങ്ങളെ കൽബ് എന്തായിട്ട് ഈ ദോഷം കൊണ്ട് കറുത്ത് പോയിട്ട് അർത്ഥ അലാമത്ത്. അപ്പോൾ അള്ളാഹു ഖുർആൻ ചെന്നല്ലേ എന്താവു ചില കൽബുകളെല്ലാം തൊക്ക് പിടിച്ചു പോയിട്ട് ദോഷം കൊണ്ട്. അപ്പോൾ അതിന് നിവാരണമാക്കുള്ള മധ്യവർത്തി എന്തോ ഇസ്തിഗ്ഫാർ. അള്ളാഹുടെ പേടി ഉണ്ടാവണം, അള്ളാഹുടെ റജാ, രണ്ട് ഖൗഫും റജായുടെ ഇടയിൽ നിങ്ങൾ ആവണം. അപ്പോൾ എന്താക്കണം, ഇസ്തിഗ്ഫാർ നിങ്ങൾ ചെയ്യണം. അള്ളാഹു റസൂൽ ചെന്നല്ലേ ನಾನು ഒരു 4 വട്ട പിന്നെ കാണാൻ 100 വട്ട ഞാൻ തോബ ചെയ്യണം. എന്തിക്ക് അള്ളാഹു തന്ന നേമത്തുക ആർക്കും നന്ദി രേഖപ്പെടുത്തോ കഴിവില്ല. അള്ളാഹു ചെയ്ത നേമത്ത് എണ്ണുക ആവില്ല. അതും പരിശുദ്ധ ഖുർആൻ ചെന്നിട്ടു. അതുകൊണ്ട് ഞങ്ങൾ എവിടെയൊക്കെ മുട്ടായിട്ടുള്ളൂ, കബർക്ക് മുട്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എന്താണ് കബർ മരിക്കേണ്ട ടൈമിൽ ഞങ്ങൾ നിഷ്പാപിയായിട്ട് അള്ളാഹ് ഒരൊറ്റ ദോഷമില്ലാണ്ട് മരിച്ചു പോയിട്ട് മാത്രം ഞങ്ങൾ സ്വർഗ്ഗം കിട്ടും. അല്ല ദോഷത്തോടു കൂടെ മരിച്ചു പോയിട്ടെങ്കിൽ എത്ര കാലം പിന്നെ കബറിൽ ശിക്ഷയെല്ലാം തീണ്ടിട്ട് പിന്നെ അവസാനം അള്ളാഹ് ഉദ്ദേശിച്ച പേര് അവിടെ ഞങ്ങൾ. അപ്പോൾ എന്താവണമെങ്കിൽ 4 ഇസ്തിഗ്ഫാർ ചെയ്യണം കാണും. ഇസ്തിഗ്ഫാർ നല്ല തിങ്കൾ രജബ് സ്റ്റാർട്ട്, രജബുൽ 6 ഇസ്തിഗ്ഫാറിൽ ചെയ്തിട്ട് 6 പിന്നെ നല്ല അപ്പുറം നല്ല ഇസ്തിഗ്ഫാർ ചെയ്യുമല്ലോ. ഭാഗ്യം ഉണ്ടാവണം. അള്ളാഹുടെ പുറക്കലിനെത്തി വിട്ടു. വെറും അസ്തഗ്ഫിറുല്ലാ ചെല്ലോ അപ്പുറത്തെ ബേരം ഞങ്ങൾ സ്വറ അത് ഇസ്തിഗ്ഫാറല്ല. കൽബിയുടെ അടിത്തട്ടിൽ അള്ളാഹു ഞങ്ങളെ കൊണ്ടൊന്ന് കൊന്തിന്നിട്ടും കൊന്തില്ലാണ്ടും കുട്ടായിട്ടും റെട്ടായിട്ടൊക്കെ എല്ലാ ദോഷം നിൽക്ക് കൊന്തുണ്ടല്ലേ അള്ളാഹ്. ഞങ്ങളെങ്കാലും ദോഷങ്കാലും ബേരംഗമായി കൊന്തായിപ്പോയിട്ട് എന്തുണ്ട് ഇപ്പോൾ ഇതാണ് ദോഷം കൊന്തായിപ്പോയിട്ട് ആർന്നെ ബഹുമാനിക്കില്ല 100% അതിലൊരു ഡൗട്ട് എന്തും ഇല്ല. കാരണം ഇയാൾ വലിയ പാപ്പി എന്ന് കൊന്താണ്. പക്ഷേ അള്ളാഹ് മുട്ടുന്നതായിട്ട് നല്ല രഹസ്യമായിട്ട് അള്ളാഹ് വെച്ചൊരു അപാദ്രത ഇങ്ങനെ ഞെരിക്കണം. മരിക്കണത്തോളം ആക്കിയ ദോഷത്തെല്ലാം ഞെരിക്കണം. ഇങ്ങനെ മരിക്കണത്തിൽ മറക്കോത്തിയാൽ ആക്കിയ ദോഷത്തെല്ലാം ആക്കിയ സത്കർമ്മത്തിൽ നിരപ്പിക്കൊണ്ടെന്തുമില്ല. അപ്പം ഇങ്ങനെ തിരിച്ചിട്ട് എന്താക്കണം, അള്ളാഹുടെ ഇസ്തിഗ്ഫാർ കഴിഞ്ഞിട്ടു ഇക്കണം. ഇസ്തിഗ്ഫാർ കഴിഞ്ഞിട്ടു അള്ളാഹുടെ എന്താകുന്നുണ്ടാ അള്ളാഹുടെ പിന്നെ റഹ്മത്തിനത്തോട് നിരാശാവുണ്ട്. എത്ര വലിയ ദോഷമാക്കിയ മനുഷ്യന്മാരും അള്ളാഹുടെ റഹ്മത്തോട് എന്താവണ്ട നിരാശയാവണ്ട. സുബൈയും മോന്തിക്കും എല്ലാ മനുഷ്യന്മാർ ഹെജ്ജക്ക് നിങ്ങൾ ദോഷമായിട്ടേ ഉണ്ട്. ഹെജ്ജായിട്ടേ ഉണ്ട്. വലിയ ദോഷമായില്ലെങ്കിലും ചെറിയ ദോഷം നിങ്ങളിട്ടു ആയിട്ടേ ഉണ്ട്. വലിയ ദോഷമായില്ലെങ്കിൽ പിന്നെ കേൾക്കണ്ടല്ലേ. അങ്ങനെ തൗബ ചെയ്യൽ ഫർള്, തൗബ ചെയ്യൽ ഫർള്. അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ എപ്പോൾ നോക്കി ഇസ്തിഗ്ഫാർ നിങ്ങളിട്ടു എപ്പോൾ ആയിട്ട് വേണം. അതിക്ക് അല്ലാഹ് ചെന്ന് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അത് ചെല്ലു നബി നിങ്ങൾ ചെല്ലൂರು അങ്ങനെ മേലെ അങ്ങ് അക്രമാക്കിറാറ് ചെന്തി ദോഷാക്കിറാറ് അങ്ങ് എന്താവട്ടെ. ഓ യാ ഇബാദില്ലാ യാ ഇബാദിയ അല്ലദീന അള്ളാഹു ഞങ്ങളെ ദാസന്മാരെ വിളിച്ചു ചെല്ലു. അള്ളാഹുടെ കിർഫതവൽ എന്താകണ്ട ലാ തഖ്നതു മിർ റഹ്മത്തിൽ നിരാശ ആവണ്ട. പിന്നെ എന്താകണം അള്ളാഹു ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ നിങ്ങൾ എല്ലാ ദോഷത്തെ അള്ളാഹു മാഫാക്കടാ. അള്ളാഹ് എങ്ങനത്തോണു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അള്ളാഹ് നല്ല ക്ഷമാശീലൻ, നല്ല ദോഷത്തെ മാഫാക്കണു കിർഫക്കാർ അള്ളാഹു എന്ന് അള്ളാഹ് ചൊല്ലും. അതുകൊണ്ട് ഞങ്ങൾ എത്ര ദോഷമാക്കി എന്താവണ്ട നിങ്ങളെ കൽബിയുടെ അടിത്തട്ടിൽ എന്താവണു ദോഷத்துக்கு ഇസ്തിഗ്ഫാർ പറയണം. അതെന്താവണം നിങ്ങളോ കൽബിയുടെ അടിത്തട്ടിലാവണം. എന്തെങ്കിലും കണ്ണുകെട്ട് ആവത്തീര ആര് ചിന്ത ഉണ്ടോ എന്നൊക്കെ ചൊല്ലു അങ്ങനെ ആവത്തീര. നിങ്ങൾ കൽബിയുടെ അടിത്തട്ടിൽ വന്ന് അള്ളാഹേ ഞാൻ ഇങ്ങനെ ദോഷാക്കിര അള്ളാഹ്
ഇപ്പം നിൻ്റെ വിശാലമായ കീർപ്പത്ത എതിരിൽ ഞാൻ നിന്നോട് മാഫ് കേട്ടിട്ടില്ല എന്ന് നല്ല നിലക്ക് അള്ളാഹു തോബ ചെയ്ത് കടലിൻ്റെ എത്ര ഇന്നെങ്കിലും അള്ളാഹു മാഫാക്കട, എത്ര ആകാശത്തട്ട ഇന്നെങ്കിലും അള്ളാഹു മാഫാക്കട. ആ നിലക്ക് എന്താക്കണം, അള്ളാഹു ഷിർക്കല്ലാത്ത എല്ലാ ദോഷം മാഫാക്കട, ഷിർക്ക് മാഫാക്കട. അതും ഇനിമേലാക്കൽ ചെന്ന് കൂടെ അതും മാഫാക്കട അള്ളാഹു ഇവിടെ ഭൂമിയിൽ. അതുകൊണ്ട് ഞങ്ങളെല്ലാ ടെൻഷനും, ഞങ്ങൾ സമസ്യ, ഞങ്ങൾ രോഗ, ഞങ്ങൾക്കെല്ലാം എപ്പോൾ നോക്കി ഞങ്ങൾ ടെൻഷൻ തീരലേ ഇല്ല. എന്തുകൊണ്ട് പണ്ടോ എല്ലാം പണ്ട് ഞങ്ങൾ ആക്കിയോ ഞങ്ങൾ പാപ്പത്തെ കർമ്മ, ഞങ്ങൾ ആക്കിയ ദോഷത്തോ ഖജാനയുടെ കർമ്മ. അതുകൊണ്ട് അള്ളാഹുടെ എപ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നെല്ലാം അള്ളാഹു ചെന്നിട്ട് എന്താക്കണോ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇസ്തിഗ്ഫാർ, ദിക്ർ ഞങ്ങാക്കണം. ഞങ്ങൾ എല്ലാ കാര്യമാക്കുമ്പോൾ അള്ളാഹുടെ അള്ളാഹിൻ്റെ റസൂൽ ഓരോ ദിക്ർ ചെന്നിട്ട് ആ ദിക്ർ ചെന്നിട്ട് ഞങ്ങൾ ദോഷം തന്നാലെ മാഫായി പോണ്ട്, തന്നാലെ മാഫായി പോണ്ട്. അതുകൊണ്ട് എന്താക്കണം, ഞങ്ങൾ എപ്പോൾ അള്ളാഹുടെ നിനപ്പിൽ ഇല്ലെങ്കിൽ ഞങ്ങളെ എല്ലാ സർവ്വദോഷം എന്താക്കണം അള്ളാഹു മാഫാക്കട്ടെ. അതേ തോബ അതോടുകൂടി ഖേദിക്കട്ടെ. ദുഃഖം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെ ദോഷമെല്ലാം മാഫായി തിന്ന അലാമത്ത്. അതുകൊണ്ട് ഞങ്ങൾ എന്താക്കണം, ഞങ്ങൾക്ക് വേണമായ ഭൂമിയിൽ വേണമായ എല്ലാം തണ്ട, നാല് ആഹൃതം തണ്ട. അതുകൊണ്ട് സർവ്വ ഇക്കട്ടും ബിക്കട്ടും ചെന്നെങ്കിൽ സർവ്വ ടെൻഷനുക്ക് പരിഹാരം, ദുഃഖ ദുമ്മാനத்துக்கு സംഘഷ്ടத்துக்கு എല്ലാத்துക്കും പരിഹാരം ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ധാരാളം ചെയ്യട്ടെ. ഞങ്ങൾ ആവണു ഞങ്ങളുടെ സർവ്വദോഷത്തെ അള്ളാഹു അവൻ്റെ മഹലായ ഫضലുണ്ട്, അഹ്ലും ഇതിൻ്റെ ഫലാലുകൊണ്ട് ഈ രജബത്തിങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങൾ എല്ലാവർക്കും മാഫാക്കിയിട്ട് നാലുകൊണ്ട് ഞങ്ങൾ കൽബിടെ അടിത്തട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുകൊള്ള എല്ലാ ഭാഗ്യം ഉണ്ടാക്കുക റഹ്മാന്. ഞങ്ങളെല്ലാവരും സർവ്വദോഷം നീ മാഫാക്കുക, ഞങ്ങൾ ഖൈർ അഹ്ലുകാർ കൊടുത്താക്കുക അല്ലാ. ഞങ്ങൾ ഗൊന്തിന്നുണ്ട്, ഗൊന്തിലിനാട്ടാക്കി എല്ലാ ദോഷവും നിൽക്ക് ഗൊന്തുണ്ടോ അല്ലാ. അപ്പട്ട ഈ ഞങ്ങൾക്കുണ്ട് അല്ല നീ ഗൊന്തുണ്ടെന്നുള്ളത് കൊണ്ട് പഠിച്ചവൻ അല്ലാ. നാലല്ല നീ ഫലിയത്താക്കണ്ട, സർവ്വദോഷം നീ മാഫാക്കി ഞങ്ങൾ എല്ലാവർക്കും പഠിച്ചവനെ അല്ലാ. നിഷ്പാപിയായ സ്വാധീനങ്ങളെ കൊണ്ട് ഞങ്ങൾ എല്ലാവരും നീ പെടുത്തുക അല്ലാ. ബിഹഖ് സയ്യിദിനാ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.